ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ഇത് ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എൻഡ് വരെ നോക്കുക. എൻ്റെ സ്കിന്ന് നല്ല ഡ്രൈ സ്കിന്നും അതുപോലെ നോസ് ഏരിയയിൽ നല്ല ഓയിൽനെസ്സും ഉണ്ട്. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നൊന്നും പറയാം. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ മാമ എർത്തിൻ്റെ വൈറ്റമിൻ സി ഫേഷ്യൽ കിറ്റ് കണ്ടപ്പോൾ എനിക്കൊരു പുതിയതൊന്ന് വാങ്ങിയിട്ടൊന്ന് യൂസാക്കി നോക്കാമെന്ന്. ഇത് ഞാൻ കുറേ യൂട്യൂബിലായാലും ഓൺലൈനിലായാലും ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഒരു പേടി ഉണ്ടായിന് ഇത് യൂസാക്കിയിട്ട് സ്കിന്ന് ബടുക്കായി പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിന്. പിന്നെ ഞാൻ പോയപ്പോൾ ഞാൻ വാങ്ങി, ഒരു പൂതിക്ക് വാങ്ങി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 6 ട്യൂബ് ഉണ്ട് കേട്ടോ. ഈ 6 ട്യൂബിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ഈ ബോക്സിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് യൂസ് ആക്കേണ്ടത് എന്നല്ല ഇതിൻ്റെ സൈഡിൽ മെൻഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് ട്രൈ ആക്കി നോക്കാം. 6 സ്റ്റെപ്പുള്ള ഒരു ഫേഷ്യൽ കിറ്റാണ്. ഡെർമറ്റോളജിക്കൽ ടെസ്റ്റാണ്. സൂട്ട് ആൾ സ്കിൻ ടൈപ്പ് എന്ന് ഇതിൽ മെൻഷൻ ആക്കിയിട്ടുണ്ട്. ഈ 6 ട്യൂബിലും നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് ജാസ്തി കൺഫ്യൂസ് ഒന്നും ആവില്ല. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് വൈറ്റമിൻ സി ക്ലെൻസിങ് മിൽക്ക്. ഇതിന് ഞങ്ങൾ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ആക്കി കൊടുക്കുക, ഫേസിനും നെക്കിനും. എന്നിട്ട് ഒരു കോട്ടൺ തുണിയിലോ ഇല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ കഴുകി കൊടുക്കുക. ഞാനിത് അപ്ലൈ ആക്കി പിന്നെ ഒന്ന് നോക്കിയത് ഈ ബോക്സിൽ മെൻഷൻ ആക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ആക്കിയിട്ട് നോക്കണമെന്നുള്ളത്. പക്ഷെ ഞാൻ പാച്ച് ടെസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല, അങ്ങനെ ഡയറക്റ്റായിട്ട് അപ്ലൈ ആക്കിയതാണ്. നല്ലൊരു പാലിൻ്റെ സ്മെല്ലും കൂടിയുണ്ട്. പിന്നെ ഞാൻ പോയി മുകളിലും കയറ്റി വന്ന് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വൈറ്റമിൻ സി ഫേസ് സ്ക്രബ്. ഇത് സ്ക്രബാണ് നെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതിൽ മെൻഷൻ ആക്കിയിട്ടുള്ളത് ഫുള്ളും ഫേസും പിന്നെ നെക്കും 2-3 മിനിറ്റ്സ് നല്ലപോലെ സ്ക്രബ് ചെയ്യണമെന്നുള്ളത്. ഇതിൻ്റെ സ്മെല്ല് മാത്രം എന്തോ ഒരു ആയുർവേദിക് ഈ പൗഡറെല്ലാം ഉണ്ടാവില്ല, അതുപോലെ എന്തോ ഒരു സ്മെല്ല്. അത് ചുണ്ടിലേക്കെല്ലാം തട്ടുമ്പോൾ എന്തോ ഒരു ചോയ ഈ ഓയിലെല്ലാം ചുണ്ടിൽ തട്ടിയ ഒരു ചോയ ഉണ്ടാവില്ല, അതുപോലെ എന്തോ പോലെ ആണെന്നുണ്ട് എനിക്ക്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫുള്ള് നല്ല പാങ്ങിൽ സ്ക്രബ് ചെയ്യുക. എന്നിട്ട് പിന്നെ മുഖം കഴുകിയിട്ട് വരിക. മുഖം കഴുകി വന്നപ്പോൾ എനിക്ക് നല്ലൊരു സ്മൂത്തിങ് എഫക്റ്റ് ഉണ്ടായിന് ആ ഫേസിൽ. അത് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റെപ്പ് വൈറ്റമിൻ സി സൂതിങ് ജെൽ. ഇതൊരു ജെല്ലാണ്. ഇത് നമ്മൾ നോർമലി മോയ്സ്ചറൈസറെല്ലാം അപ്ലൈ ആക്കുന്ന പോലെ ഒരു 2-3 മിനിറ്റ്സ് നല്ലപോലെ അപ്ലൈ ആക്കി കൊടുക്കുക. മുഖം കഴുകണമെന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് 4ാമത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ജെല്ലുണ്ടല്ലോ, ഒരു ടോണിക്കിൻ്റെ ഒരു സ്മെല്ലുണ്ടായിന്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത്. ഓരോ പ്രോഡക്റ്റ് ഞാൻ അപ്ലൈ ആക്കുമ്പോൾ എൻ്റെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിക്കൊണ്ടുണ്ടായിന്, നല്ല രസമുണ്ടായിന്. നെക്സ്റ്റ് 4th സ്റ്റെപ്പ് വൈറ്റമിൻ സി മസാജ് ക്രീമാണ്. ഇതൊരു മസാജ് ക്രീം, നല്ലൊരു പാലിൻ്റെ മണമുണ്ട്. ഇത് നല്ലപോലെ ഫേസിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു 5-10 മിനിറ്റ്. എന്നിട്ട് ഒരു വെറ്റ് ക്ലോത്തിൽ വൈപ്പ് ചെയ്ത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് ഫേസ് മസാജ് ചെയ്യാനൊന്നും അറിയില്ല. എനിക്ക് അറിയുന്ന പോലെയല്ല ഞാൻ മസാജ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഓരോ പ്രോഡക്റ്റ് അപ്ലൈ ആക്കുന്ന പോലെ തന്നെ നല്ല സ്കിന്ന് ഒരു നല്ല ഗ്ലോയി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഏതായാലും ഇനി 2 സ്റ്റെപ്പും കൂടി ഉണ്ട് ബാക്കി, അതും കൂടി ചെയ്തിട്ട് നമുക്ക് നോക്കാം ഫൈനൽ റിസൾട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വൈറ്റമിൻ സി ഫേസ് മാസ്ക്. ഇതൊരു ഫേസ് മാസ്ക് ആണ്. ഫുള്ളായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്യാം. പക്ഷെ ഞാൻ ഈ ഫേസ് മാസ്ക് അപ്ലൈ ആക്കി പിന്നെ എൻ്റെ കണ്ണിൻ്റെ ചുറ്റും പിന്നെ എൻ്റെ ചുണ്ടിൻ്റെ ചുറ്റും പിന്നെ മൂക്കിൻ്റെ അടുത്തെല്ലാം എനിക്ക് നല്ല പുകച്ചിലെടുക്കുന്നുണ്ട്. അതിന് എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റൊന്നും ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലൈ ആക്കിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് നല്ല ഡ്രൈ ആവുന്ന പോലെ ഒരു ഫീലും കൂടി ഉണ്ടായിന്. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ എനിക്ക് നല്ല ഡ്രൈ ആവുന്നുണ്ടായിന്. പിന്നെ ഞാൻ 15 മിനിറ്റൊന്നും വെച്ചിട്ടില്ല, ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഞാനത് കഴുകി കളഞ്ഞ്. എനിക്ക് എന്തോ സഹിക്കാൻ പറ്റിയില്ല, നല്ല പുകച്ചിലുണ്ടായിന്. അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ആക്കുന്നത് ഒന്നും കൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഇരിക്കാമെന്നാവാതെ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ഇങ്ങനെയെല്ലാം കാട്ടിക്കൊട്ടിന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പോയി മുഖം കഴുകിയപ്പോൾ നല്ല റിസൾട്ട് അതിൻ്റെ കിട്ടിയത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ചുണ്ടിൽ എന്തോ ഒരു ഓയിലി ഫീൽ ആകുന്നുണ്ട്, എന്തോ ഒരു ചോയ. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ സ്റ്റെപ്പ് ഫൈനൽ സ്റ്റെപ്പ് വൈറ്റമിൻ സി ഗ്ലോ ക്രീം. ഇത് ഫൈനലാണ്. ഇതൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഫേസിലെല്ലാം അപ്ലൈ ആക്കിയിട്ട് വിടുക. ഫേസിലും നെക്കിലും ഒരു മോയ്സ്ചറൈസറിനെ പോലെ അപ്ലൈ ആക്കി വിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടത്തേക്ക് ഞങ്ങൾ 6 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ നോർമലി ഹോം മെയ്ഡ് ടിപ്സാണ് യൂസ് ആക്കുന്നത്. അതായത്
നമ്മൾ മുൾത്താനി മിട്ടി, ചന്ദനം, പിന്നെ കോക്കനട്ട് ഓയിൽ, ഇങ്ങനെ കുറേ എന്തെല്ലോ സ്ക്രബെല്ലാം ആക്കിയിട്ട് ഞാൻ അതാണ് കൂടുതൽ യൂസ് ആക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ മാമാ എർത്തിൻ്റെ വൈറ്റമിൻ സി ഫേഷ്യൽ കിറ്റ് യൂസ് ആക്കിയത്. ഇത് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് തോന്നി, നല്ല റിസൾട്ട് ഉണ്ട്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. സോ ഐ ഹോപ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതെൻ്റെ പുതിയ ചാനലാണ്, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.